നമസ്കാരം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മേടമാസം മുതൽ വരുന്ന മീനമാസം കഴിവോളം, അതായത് ഏപ്രിൽ 14 മുതൽ 2017 ഏപ്രിൽ മാസം വരെ വിഷുഫലമായി പറയുന്നത്, പൊതുവെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി മാത്രമേ അനുഭവഫലമുണ്ടാവുകയുള്ളൂ. പാഠ്യപദ്ധതി അഥവാ പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ പരമാവധി ഈ ആഗസ്റ്റ് മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കുന്നത് ഗുണകരമായി തീരും. അഥവാ ഏതെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് ദീർഘകാലം ചെയ്യേണ്ടതായിട്ടുള്ള പദ്ധതികളാണെങ്കിൽ 2017 ആഗസ്റ്റിന് ശേഷമായിരിക്കും പൂർത്തീകരിക്കുവാനോ സമർപ്പിക്കുവാനോ നല്ല കാലം ആയിരിക്കുക. പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത് വഴി വിദഗ്ധ പരിശോധന വേണ്ടി വരുവാനും വിദഗ്ധമായിട്ടുള്ള ചികിത്സ വേണ്ടി വരുവാനും ഒന്നോ രണ്ടോ ശസ്ത്രക്രിയ കൂടി വേണ്ടി വരുവാനും ഉള്ള യോഗത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അസുഖങ്ങളുണ്ടായാൽ വളരെ ശ്രദ്ധ, സൂക്ഷ്മത, അതേപോലെ തന്നെ ജാഗരൂകരായിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വർഷം ഉണ്ട്. കുടുംബ സംരക്ഷണ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. അതായത് സാഹചര്യങ്ങളെ കൊണ്ട് കുടുംബാംഗങ്ങളുടെ ചില വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗം, പ്രായമായിട്ടുള്ളവരെ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് യോഗത്തെ സൂചിപ്പിക്കുന്നുണ്ട്. വസ്തു വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള വസ്തു വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നവർക്ക് ആഗസ്റ്റ് മാസത്തിൻ്റെ മുൻപ് അത് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനിടയുണ്ട്. പൊതുവെ ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് വഴി ആഗസ്റ്റ് മാസത്തിൻ്റെ മുമ്പേ പുനഃസമാഗമത്തിനും ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഒരു പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയ ജോലി സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക. ആഗസ്റ്റ് മാസം മുതൽ വിദേശത്ത് താമസിക്കുന്നവർക്ക് ചിലർക്ക് ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെങ്കിലും ഒക്ടോബറിന് ശേഷം ആദ്യ ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കുവാനോ മറ്റൊരു ഭേദപ്പെട്ട രീതിയിൽ ജീവിതം നയിക്കാൻ തക്കവണ്ണമുള്ള ഒരു ജോലി കിട്ടുവാനോ യോഗമുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ ആഗസ്റ്റ് മാസത്തിൻ്റെ ഉള്ളിൽ അനുകൂലമായിട്ടുള്ള ഫലം വന്നു ചേരുവാനും പ്രതീക്ഷിച്ചതിലുപരി അനുകൂലമായ സാമ്പത്തികമായിട്ടുള്ള നേട്ടം വന്നു ചേരുവാനും ഇടയുണ്ട്. എന്നാൽ പൊതുവെ ഈ വർഷത്തിൽ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ചെലവിനങ്ങൾ വർദ്ധിക്കുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരുപ്പ് കുറയുവാനാണ് യോഗമുള്ളത്. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള കർമ്മ പദ്ധതികളിൽ ഏർപ്പെടുന്നത് ഒരു പക്ഷേ ആഗസ്റ്റ് മാസത്തിൻ്റെ മുൻപായിരിക്കും നന്നായിരിക്കുക. അഥവാ ഏതെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ 2017 ആണ്ട് ആഗസ്റ്റിന് ശേഷം മാത്രമായിരിക്കും നന്നാവുക. അഥവാ ദീർഘമായിട്ടുള്ള പദ്ധതികളാണെങ്കിൽ വളരെ ഒരു കാലയളവിനെ അനുസൃതമായിട്ടുള്ള ചില കാലത്തേതായിട്ടുള്ള പദ്ധതികളാണെങ്കിൽ, അതായത് 2017 ശേഷം സാമ്പത്തികമായിട്ടുള്ള വരുമാനവും അതിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്നൊക്കെ വിധത്തിലുള്ളതാണെങ്കിൽ ഏറ്റെടുക്കുന്നത് കൊണ്ട് വിരോധവുമില്ല. വേണ്ടപ്പെട്ടവരിൽ നിന്നും പലരിൽ നിന്നും വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുമെങ്കിലും ആത്മസംയമനത്തോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ടതാണ്. മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി ആശ്വാസം, സമാധാനം എന്നിവ ഉണ്ടായിത്തീരും. ഒരു പക്ഷേ വിദേശത്ത് താമസിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിപ്പിച്ച് ആദ്യ അന്യനാട്ടിലേക്ക്, വിദേശത്തേക്ക് തിരിച്ചു പോകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മാനസികമായിട്ടുള്ള പല വിഭ്രാന്തികൾ വർദ്ധിക്കുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി സമീപനം സ്വീകരിക്കുന്നതെല്ലാം അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വ്യക്തമായ പുതിയതായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനിടയുണ്ട്. ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഭരണി നക്ഷത്രക്കാർക്ക് ഈ 2016 ആണ്ടിലെ വിഷുഫലമായി പറയുന്നു. നമസ്കാരം.